വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ കീൻവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ കീൻവ എന്ന് പറയുന്നത് ഒരു സീഡാണ്. ഇതേപോലെ ഇരിക്കും. നമുക്ക് 3 കളറിൽ കിട്ടാറുണ്ട്. വൈറ്റും റെഡും ബ്ലാക്കും കളറിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന് വൈറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കീൻവ അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതേപോലെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു സീഡാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻസിനൊക്കെ എപ്പോഴും പ്രോട്ടീൻ നന്നായിട്ട് കിട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇതിന് ഉള്ളത്. കൂടാതെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതേപോലെ റിച്ച് ഇൻ വിറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ചായിട്ടുള്ള ഒരു സീഡാണ് കീൻവ. അപ്പോൾ ഇത് കീൻവ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാറുള്ളത് 2 തരത്തിൽ കുക്ക് ചെയ്യും. ഒന്നെങ്കിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ സാധാരണ പാനിൽ വെച്ചിട്ടും കുക്ക് ചെയ്യും. അപ്പോൾ 2 രീതിയിൽ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 2 രീതിയിൽ ഇന്ന് കുക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കീൻവ ഒന്ന് സോക്ക് ചെയ്യണം. 1/2 കപ്പ് കീൻവ. അപ്പോൾ കീൻവ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നന്നായിട്ട് റിൻസ് ചെയ്ത് കഴുകുക. ഇതിനകത്തൊരു സാപ്പോണിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ബിറ്റർ ഫ്ലേവർ, ഒരു കൈപ്പരസം വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഞെരടി കഴുകി വെള്ളം കളയുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ ചെയ്യാം. ഇനി നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കുക. ഇങ്ങനെ കഴുകി, ഇതിനകത്ത് നന്നായിട്ട് ചെളിയുണ്ടാവും. ഇത് കഴുകിയ വെള്ളം ക്ലിയർ ആകും. 2-3 പ്രാവശ്യം റിൻസ് ചെയ്ത വെള്ളം കളഞ്ഞ് ഫ്രഷ് വെള്ളം ഒഴിച്ച് വെക്കുക. നല്ല വെള്ളം ക്ലിയർ ആകുന്ന വരെ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ 2-3 പ്രാവശ്യം റിൻസ് ചെയ്തു. ഇപ്പോൾ വെള്ളം ക്ലിയറായി. ഇനി ഇത് സോക്ക് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. 10 to 15 മിനിറ്റ്സ് മതി. ഇനി നമുക്ക് വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ 1/2 കപ്പ് കീൻവ ആണല്ലോ സോക്ക് ചെയ്തത്. അപ്പം ഡബിൾ വെള്ളം എടുക്കണം. 1 കപ്പ് വെള്ളം, അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. വെള്ളം ഉപ്പിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങി. നമ്മൾ സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞു വെച്ചേക്കുന്നതാണ്. അതിലേക്കിടാം. പിന്നെ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. നല്ലൊരു തിള വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. യൂഷ്വലി 15 മിനിറ്റ് സമയം നമുക്ക് എടുക്കുക. കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. 15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉപയോഗിക്കാം. നമ്മൾ പാനിൽ ഉണ്ടാക്കിയത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്, ചൂടാറാനായിട്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു 1/2 കപ്പ് കീൻവ നന്നായിട്ട് കഴുകിയ ശേഷം കുതിർത്തൊരു 15 മിനിറ്റ് കുതിർത്തു. അതിനുശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പാനിൽ കുക്ക് ചെയ്തപ്പം 1 കപ്പ് കീൻവയ്ക്ക് 2 കപ്പ് എന്നുള്ള കണക്കില്ല ഇവിടെ എടുത്തത്. ഇവിടെ അത്രയും വേണ്ട. ഇവിടെ നമ്മൾ 1/2 കപ്പ് എടുക്കുമ്പോൾ നമ്മൾ 3/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. 3/4 കപ്പ് വെള്ളം ചൂടാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് കീൻവ ഇടാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഇടാം. നമ്മൾ കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. നമ്മൾ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു.
പ്രഷർ മൊത്തം പോയി കഴിയുമ്പോൾ തുറക്കാം. എപ്പോഴും ഫോർക്ക് വെച്ചൊന്ന് ഫ്ലഫപ്പ് ചെയ്യുക. അതിൻ്റെ വാട്ടർ കണ്ടൻ്റൊക്കെ പോയി നല്ല വിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ചോറിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കും. ഷുഗർ ഉള്ളവർക്ക് ഒക്കെ ചോറിന് പകരം കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ പാനിൽ കുക്ക് ചെയ്തത് ഇപ്പോൾ കീൻവ വെച്ചിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നതും പാനിൽ കുക്ക് ചെയ്യുന്നതുമാണ് കാണിച്ചത്. ഇങ്ങനെ പെർഫെക്റ്റ്ലി നമുക്ക് കീൻവ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കീൻവ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ചോറിന് പകരം കഴിക്കാൻ നല്ലതാണ്. ഇത് ഇങ്ങനെ തന്നെ കറികൾക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ കീൻവ വെച്ചിട്ട് സാലഡ്സ്, സൂപ്സിൽ, പുലാവ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് വെച്ചിട്ട് കുറേ ഡിഷസ് കാണിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.